अरे बुड्ढे पहचाना मुझे अरे बुड्ढे पहचाना मुझे എല്ലാം വയസ്സ എല്ലാം വൃദ്ധ എടാ വയസ്സനെ എനിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ പഹचाना मुझे എന്നെ മനസ്സിലായോ എന്നാ ചോദിച്ചിരിക്കുന്നത് अरे बुड्ढे पहचाना मुझे എന്നെ മനസ്സിലായോ तुम सच कहा मैं बुड्ढा हो गया इसलिए मैं तुमको पहचान नहीं सका പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യത്തെ സെന്റൻസ് മനസ്സിലായല്ലോ അരേ ബുഡ്ഡേ അരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരേ ഏയ് എന്ന് പറയുന്നതാണ് അരേ ബുഡ്ഡേ ബുഡ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധ പെഹച്ചാന എന്നെ തിരിച്ചറിഞ്ഞോ എന്നാ ചോദിച്ചിരിക്കുന്നത് പെഹച്ചാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഹച്ചാന അതിനൊക്കെ എന്താ പറയുക തിരിച്ചറിഞ്ഞോ എന്നെ മനസ്സിലായോ എന്നുള്ളതാണ് പെഹച്ചാന മുജെ എന്നെ മനസ്സിലായോ തും സച്ച് കഹ സുഹൃത്തുക്കളാണ് അവർ പക്ഷെങ്കിൽ എന്താ കാരണം തമാശക്ക് വിളിച്ചതാണ് അരേ ബുഡ്ഡേ എന്നൊക്കെ തും സച്ച് കഹ നീ സത്യമാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴോ എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു സച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു എന്നുള്ള തും സച്ച് കഹോ നീ പറയൂ എന്നാണ് കഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞു തും സച്ച് കഹ നീ സത്യം പറഞ്ഞു മേ ബുഡ്ഡ ഹോഗയ ഞാൻ വയസ്സായി ബുഡ്ഡ ഹോഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചു എന്നുള്ളതാണ് എന്ത് സംഭവിച്ചു ബുഡ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് വൃദ്ധ എന്നുള്ള രീതിയിലാണ് ബുഡ്ഡ ഹോഗയ മേ ബുഡ്ഡ ഹോഗയ ഞാൻ വയസ്സായി ഇസ്ലിയെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് കാരണമാണ് ഇസ്ലിയെ മേ തുംകോ പെഹച്ചാൻ നെയ് സക്ക ഞാൻ നിന്നെ തുംകോ നിന്നെ പെഹച്ചാൻ നെഹി സക്ക പെഹച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെഹച്ചാൻ എന്നൊക്കെ പറയുന്നത് അത് ഓരോരോ സന്ദർഭത്തിൽ ഓരോരോ ഗ്രാമർ വൈസ് ആയിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക പെഹച്ചാൻ നെഹി സക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ ക്യാൻ എന്നുള്ളതാണ് നെഹി സക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്നുള്ള നെഹി സക്ക കഴിഞ്ഞില്ല എന്തിന് കഴിഞ്ഞില്ല പെഹച്ചാൻ നെഹി സക്ക എന്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മുസ്കോ മേ നെയ് ജാ സക്ത എനിക്ക് പോകാൻ കഴിയില്ല എന്താണ് മേ ദേഖ് നെയ് സക്ത എനിക്ക് കാണാൻ കഴിയില്ല അങ്ങനെയുള്ളതാണ് സക്ത എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വരുന്നത് ഒക്കെ പറഞ്ഞ മനസ്സിലായല്ലോ അപ്പോൾ इसलिए मैं तुमको पहचान नहीं सका लेकिन मुश्किल नहीं सब ठीक हो जाएगा मुश्किल എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ബുദ്ധിമുട്ട് മുഷ്കിൽ നെഹി പ്രയാസമില്ല എന്നാലും കുഴപ്പമില്ല മുഷ്കിൽ നെഹി സബ് ടീക്ക് ഹോ ജായേഗ സബ് എല്ലാം സബ് ടീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള അർത്ഥമാണ് ടീക്ക് ഹോ ജായേഗ എല്ലാം ഓക്കെ ആകും സബ് ടീക്ക് ഹോ ജായേഗ എല്ലാം ഓക്കെ ആയി വരും അപ്പോൾ ഒരാളിപ്പോൾ വിഷമത്തിൽ നിൽക്കാൻ തന്നെ അരേ ചിന്ത മത് കറോ വെറുതെ ചിന്തിക്കണ്ട സബ് ടീക്ക് ഹോ ജായേഗ എല്ലാം ഓക്കെ സബ് ടീക്ക് ഹോ ജായ എല്ലാം ടീക്കാവും എല്ലാം ഓക്കെ ആവൂടോ ചിന്ത മത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിന്തിക്കണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട അതിങ്ങനെ ചിന്തിച്ച് വേവലാതിപ്പെടണ്ട ചിന്താ മത് കറോ ചിന്തിക്കല്ലേ അന്ന് ചിന്തിക്കണ്ട ചിന്താ മത് കറോ അത് ഒഴിവാക്കി ചിന്തിക്കല്ലേ ചിന്താ മത് കറോ ചിന്തിക്കല്ലേ സബ് ടീക്ക് ഹോ ജായേഗ എല്ലാം ശരിയാവും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഏതായാലും അവൻ്റെ ചങ്ങായിമാരൊക്കെ കൂടിയിട്ട് കളിയാക്കിയ സമയത്ത് എനിക്കൊരു വിഷമായി അപ്പോൾ അവനോട് ചോദിക്കുകയാണ് തും ടീക്ക് തോ ഹേന നീ ഓക്കെ അല്ലേ തും ടീക്ക് തോ ഹേന അതൊരു ചോദ്യം നല്ല രസകരമായിട്ടുള്ള ചോദ്യമാണ് അരേ മെരി ദോസ് ടീക്ക് തോ ഹേന തും ടീക്ക് തോ ഹേന നീ ടീക്ക് അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് നീ ഓക്കെ അല്ലേ തും ടീക്ക് തോ ഹേന നീ ടീക്ക് എന്ന് ചോദിക്കുന്നവരെ ഓക്കെ എന്നുള്ളത് ടീക്ക് തോ ഹേ നാ എന്ന് ചോദിക്കുന്നവരെ ഓക്കെ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് തും ടീക്ക് തോ ഹേന മേ ടീക്കു ഞാൻ ടീക്കാണ് ഞാൻ ഓക്കെയാണ് പറഞ്ഞ മനസ്സിലായോ ഞാൻ ഓക്കെ ആണ് കുഴപ്പമില്ല നമ്മൾ ദോസ്തല്ലേ പിന്നെ इसी के साथ लास्ट ने बताया इसी के साथ हमारी ये क्लास समाप्त हो गया इसके साथ अल्ले इसी के साथ ഇതോടുകൂടി हमारी आज का क्लास നമ്മുടെ ഇന്നത്തെ ക്ലാസ് സമാപ്ത് ഹോ ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു സമാപിച്ചു എന്നുള്ളതാണ് സമാപ്ത് ഹോ ഗയ കഴിഞ്ഞു സമാപ്ത് ഹോ ഗയ സമാപിച്ചു സമാപ്ത് ഹോ ഗയ आज का क्लास इന്നത്തെ ക്ലാസ് हमारी आज का क्लास ഇന്നത്തെ ക്ലാസ് സമാപ്ത് ഹോ ഗയ സമാപിച്ചിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി